ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഞായറാഴ്ച വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ എണീറ്റപ്പോൾ ഇവർ ഇതേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പോകണതൊക്കെ നോക്കി കണ്ട് അമ്മേനെ കൊണ്ടാക്കിയൊക്കെ തിരിച്ചു വന്നിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ സംസാരിക്കും അവരോട്. അവരിങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും, ഒക്കെ മനസ്സിലായ പോലെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അടുക്കളയിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ മോള് പൂരിക്കുള്ള മാവ് കുഴക്കേണ്ടിയിരുന്നിട്ട് അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാട്ടുണ്ടായിരുന്നു, അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്ന് സവോളയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ നോക്കിയപ്പോഴാണ് അതറിയുന്നത്. അപ്പോൾ സവോള ഇല്ല. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കും വേണം. അപ്പോൾ സവോള ഇല്ലാതെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയത് കേട്ടോ. അപ്പം എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ മണികളായിട്ടുള്ള സോയ ജങ്ക്സ് ഞാൻ ഇന്നാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അത് കുറച്ച് വേവിക്കാനിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഒരു പൂരിക്കുള്ള ഒരു മസാല തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ സോയ ജങ്ക്സ് ഞാനിവിടെ മേടിക്കാറില്ല കേട്ടോ. ഇത് വലുതാണ്, ഇവിടെ വറക്കൊക്കെ ചെയ്യുക, അതെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ട് അതാണ് വാങ്ങാറ്. അപ്പോൾ ഇപ്പോൾ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്നതാട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വേവും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സോയ ജങ്ക്സൊക്കെ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ചൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ശരിയാവില്ല, ആ ഉപ്പ് അതിൽ പിടിക്കില്ല, ഒരു സുഖം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിച്ചില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അത് ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണത് കറിയിൽ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കടന്ന പോലെ ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പുതിയ വെളിച്ചെണ്ണ കുപ്പി ഞാൻ വാങ്ങിയതാട്ടോ മീഷോന്ന്, അതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. എന്തായാലും ഇത് അലുമിനിയം ചട്ടിയിലൊക്കെ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും, എന്നാലും അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊന്ന് തട്ടി ഇളക്കി ഇതാക്കിയാൽ അതൊന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ സോയ ജങ്ക്സ് ഇവിടെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ അത് ഇങ്ങനെ എണ്ണയിലൊക്കെ ഇട്ട് ആട്ടി ഒക്കെ കുറേ നേരം പിടിക്കും അത് ചെയ്യാനായിട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മോള് ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് ഉടയ്ക്കാനായിട്ടിരുന്നു. അപ്പോഴേക്കും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയിട്ടാണ്. ഒന്നുമില്ല, സാധാരണത്തെ പോലെ തന്നെ ജീരകം, 2 പട്ടയുടെ കഷ്ണം, കുറച്ച് എന്താ പറയുക പെരുംജീരകം, കുറച്ച് കുരുമുളക്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് സവോള ഇല്ലാത്ത കാരണം ഞാൻ ചുവന്നുള്ളിയാണ് കേട്ടോ നന്നാക്കി കൊടുക്കണത്. കുറച്ച് ചുവന്നുള്ളി, ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ടു. അതൊന്ന് വഴണ്ട് വന്ന നേരത്ത് നമുക്ക് നമ്മുടെ പച്ചമുളക്, അല്ലെങ്കിൽ പച്ചമുളക് എന്തായാലും ഇടണം. പച്ചമുളകിൻ്റെ ഒരു മണം നല്ലതാണല്ലോ പൂരിയുടെ മസാലയിലേക്കൊക്കെ. അപ്പോൾ ഒരു പച്ചമുളക് ഇപ്പം നമ്മുടെ വീട്ടിലത്തെ പച്ചമുളക് ഇല്ലാത്ത കാരണം കൊണ്ടേ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്തിട്ടും അത് ഉണ്ടാവണില്ല. അതിൻ്റെ മുകളിൽ വെള്ളീച്ച കയറിയിട്ട് ഒക്കെ നാശാക്കി. അപ്പോൾ അത് കാരണം കൊണ്ട് അതില്ല. അപ്പം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളകാട്ടാ. അപ്പോൾ കുറച്ച് കൊത്തുമുളക് പൊടിയും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതന്നെ എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ ഇടും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പോൾ കൊത്തുമുളക് പൊടി എല്ലാത്തിലും കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്. കൊത്തുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അതിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ടു, ഒന്ന് നന്നായി വഴറ്റുക. നമ്മൾ എന്ത് കാര്യം വഴട്ടണേലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കണത് കേട്ടോ. ഇത് മസാല മൂത്തില്ലെങ്കിലോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ റോ മണം ഉണ്ടാവില്ലേ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ നമ്മുടെ ചട്ടി ഞാൻ പറഞ്ഞില്ലേ എന്തായാലും കുറച്ച് ഇങ്ങനെ പിടിക്കുമെന്ന്, എന്നാലും പിന്നെ കുഴപ്പമില്ല. ഇത് മണക്കൊന്നുമില്ല കേട്ടോ, കറിയിൽ ഇതിന് മണമൊന്നും ഉണ്ടാവില്ല. അത് അത്രയും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ കനം കുറഞ്ഞ ചട്ടിയായ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇതായത്. അപ്പോൾ കണ്ടില്ലേ ഇത്. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള ചട്ടിയൊക്കെ വെച്ചിട്ട് ചെയ്യാണ് നല്ലത്. ഞാനത് ധൃതിക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളെ സോയാ ജങ്ക്സ് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് എല്ലാതും കൂട്ടി ഇളക്കുക. മറ്റേ നമ്മുടെ സോയ ജങ്ക്സ് ആണെങ്കിലും വേവിച്ച് നമ്മൾ മൂപ്പിച്ചെടുത്തതാണ്, അത് അതിൽ ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഒന്നും ഇനി വേവാനും ഒന്നുമില്ല. അത് കാരണം കൊണ്ട് വെറുതെ ഒന്ന് ചേർത്തെടുത്താൽ മതി. മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ആവണ രീതിയിൽ ഒന്ന് ഇളക്കി തട്ടി കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടാ. പൂരിയിലേക്കോ അല്ലെങ്കിൽ ദോശയിലേക്കോ പുട്ടിലേക്കോ ഒക്കെ ഞാൻ ഇങ്ങനത്തെ കറി എടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വെക്കണത്. അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ കറി ഒരുവിധം ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പം ഞാൻ പൂരി വേഗം പരത്തി കൊടുത്തിട്ട് ഈ ചപ്പാത്തി പരത്തുന്ന പലക ഇപ്പം മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കുങ്കുമച്ചപ്പും കൂടി ഫ്രീ ഉണ്ടായിരുന്നു. അപ്പം അത് വാങ്ങിച്ചതാണ്. പക്ഷെ അത് മൾട്ടിവുഡിൻ്റെ ആണ് കേട്ടോ അത്, അല്ലാണ്ട് നല്ല മരമല്ല. അപ്പോൾ പൂരിയൊക്കെ ഞാൻ പരത്തി കൊടുത്തു. പെട്ടെന്ന് തന്നെ മോള് വേഗം ഞാൻ പരത്തി കൊടുക്കുന്നതിനനുസരിച്ച് അത് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഇത്തിരി കറുത്ത കളർ പോലെ കാണുന്നതൊന്നുമല്ല, തലേദിവസം മോള് ഉണ്ടാക്കിയ ചായക്ക് കടി ഉണ്ടാക്കാനായിട്ട് എന്തോ ഉണ്ടാക്കി പൊരിച്ചതാണ് കേട്ടോ. ആ എണ്ണയാണ്. എനിക്ക് എന്താ ഈ സുഖിയനാണോ എന്താന്ന് വലിയ പിടുത്തമില്ല, അതിൻ്റെ എണ്ണയാണ് ഇത് കേട്ടോ. അപ്പം ഞാൻ അതിലത്തെ അതൊക്കെ മാറ്റിയിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ എണ്ണയാണ്. അതാണ് ഇത് ഇത്തിരി കളറ് മങ്ങിയിട്ടിരിക്കണത് കേട്ടോ. പിന്നെ മോള് ഈ ഞാൻ പരത്തി കൊടുത്തത് അങ്ങനെ തന്നെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക ചെയ്തു. ഞാനാണെങ്കിൽ ഒന്ന് പൊടി തട്ടും. അപ്പോൾ ഈ എണ്ണയിൽ ഇങ്ങനെ അധികം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞ കറുത്ത പൊടികൾ ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ്. എന്നാലും മോള് വേഗം അത് ചുട്ടിട്ട കാരണം കൊണ്ട് ആ പണി വേഗം കഴിഞ്ഞു കേട്ടോ. ഇപ്പം എന്ത് കാര്യം ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യണ കാരണം കൊണ്ട് പെട്ടെന്ന് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ വേഗം കഴിയും കേട്ടോ. പിന്നെ മുറ്റടിക്കൽ അങ്ങനെയുള്ള കാര്യമൊക്കെ അമ്മ ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് പണികളൊന്നും അങ്ങനെ കെടുക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് വേഗം പൊരിച്ചെടുത്തു. അപ്പോൾ ചായ ഉണ്ടാക്കി, വേഗം തന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ കഴിക്കായിരുന്നു കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയിക്കാണ് കേട്ടോ, ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോയിക്കാണ് മാസപൂജയ്ക്ക്. കഴിഞ്ഞ മാസപൂജയ്ക്ക് പോയിണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ മകരച്ചോവ കഴിഞ്ഞതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് അമ്മ അപ്പം അടുത്തടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഈ മാസമാണ് പോയത്. അപ്പോൾ അമ്മ വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം ചായ കുടിക്കാറാകുമ്പോഴേക്കൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്ന് ഇത്തിരി നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ ഗുളികയൊക്കെ കഴിച്ചിരിക്കണതാണ്, ഞാനും ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ പൂരി നന്നായി പൊള്ളച്ചുണ്ടായിരുന്ന കാരണം കൊണ്ട് അത് ആകെ അമ്മങ്ങി പോയിട്ടാണ് കഴിക്കാറാവണ നേരമായിപ്പിക്കുക. അപ്പോഴേക്കും അമ്മ വന്ന് അപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് പായസം പഴം ഒക്കെ കൊണ്ടുവരും കേട്ടോ. ഹനുമാൻ നേദിച്ച പഴവും പായസവും പാൽപ്പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ എല്ലാവരും അപ്പം തന്നെ കഴിക്കും കേട്ടോ. കൊണ്ടുവന്ന വശം തന്നെ കുറേശ്ശെ കഴിക്കും. പിന്നെ അവിടെ അടച്ചു വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ എടുത്ത് കഴിക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതും എല്ലാവരും കൂടി കഴിച്ചു ആ നേരം കൊണ്ട്. പിന്നെ ഞങ്ങൾ അടുക്കളയിലത്തെ പണിക്ക് പോയി. അപ്പോൾ ഏട്ടൻ അവിടെ ഇരുന്നിട്ട് വാച്ചുകൾ നോക്കലാണ്. ഏട്ടൻ എപ്പോഴും അതെ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ ഇങ്ങനെ വാച്ചുകൾ ഇരുന്നിട്ട് ഇങ്ങനെ തിരയും. അത് ഏട്ടൻ്റെ ഒരു ഹോബിയാണ്. എപ്പോഴും നോക്കുക വാച്ച് തന്നെ കേട്ടോ. അപ്പം അമ്മ ചായ കുടിക്കാനാണ് കേട്ടോ. അപ്പം അമ്മ ഒറ്റയ്ക്ക് ഇരുന്നായാലും ചായ കുടിക്കുക. അമ്മ എപ്പോഴും ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. മേശമ്മയൊന്നും ഒരുമിച്ചിരിക്കാൻ വലിയ ഇഷ്ടമില്ല, ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുക. അപ്പം ഞാനിനി ബിരിയാണി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചിക്കനും ബിരിയാണി അരിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവോള അരിയാണ്.
അപ്പോൾ സവോള അരിയുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവർ നല്ല നീറ്റുണ്ട്. അപ്പോൾ ഞാൻ അരിയണോടത്തുനിന്ന് അവങ്ങനെ നീങ്ങി നീങ്ങി പോവുക ആ പൂച്ചക്കുട്ടി. അപ്പോൾ ഇവരുടെ അമ്മപ്പൂച്ച ഉണ്ടായിരുന്നതിനെ കുറച്ചായിട്ട് കാണാനില്ല കേട്ടോ. അപ്പോൾ അത് വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാണ്ടിരുന്നത്. അണീട്ടീനെ നായി പിടിച്ചു എന്നാണ് ഈ ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞത് കേട്ടോ. നായി പിടിച്ചുകൊണ്ടേന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അവൾ വരും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. അതന്നെ അവരുടെ കൂടെ കറുത്ത പൂച്ചകൾ കുറേ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാനായി. അപ്പോൾ ഉറപ്പായി അതിന് ഇനി ആവും പിടിച്ചു കൊണ്ടുപോയി ഉണ്ടാവുക എന്ന് കേട്ടോ. അപ്പോൾ ഇവരുടെ അമ്മയാണ് കേട്ടോ അവൾ. ഇപ്പോൾ ഇവർ 3 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ സവോളയൊക്കെ അരിഞ്ഞ് സർലാസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടത്തൈര് കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ടത്തൈര് കൊണ്ട് സർലാസ് ഉണ്ടാക്കി വെച്ചു. വേഗം അത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു കുറച്ച് ഇതാണ് അങ്ങനെ കൈകൊണ്ട് കുഴക്കണ കാണുമ്പോൾ എന്താ വിചാരിക്കേണ്ട വെച്ചിട്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത്. അതപ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല കാണാൻ. അപ്പം ഞാനത് കാരണം കൊണ്ടാണ് കേട്ടോ. കൈ കൊണ്ട് കുഴച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അത് കുറേ നേരം ഉള്ളി ഇങ്ങനെ കുഴച്ച് ഉപ്പും മുളകൊക്കെ അതിൽ നന്നായി പിടിക്കും. നല്ല ടേസ്റ്റ് അങ്ങനത്തെ സർലാസ്. അപ്പം ഞാൻ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചിക്കനൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ സവോള ചെയ്യാതിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കനെ വാങ്ങിയിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും ബാക്കി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെറുതെ ഇവിടെ ഫ്രിഡ്ജിന് ഒരു ഒഴിവുണ്ടാവാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലേ തണുത്ത് പിന്നെ ചൂടാക്കി എടുത്താലൊന്നും. കാരണം കുറച്ചായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞ് ബിരിയാണിയിലേക്കുള്ള ചോറ് വെക്കണേലേക്കുള്ള സവോളയും വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോള വാടി കഴിഞ്ഞപ്പോൾ കുറച്ച് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുപോലെ നമ്മൾ ഈ സവോളയൊക്കെ എങ്ങനെ എന്തോരം വഴറ്റണോ അതിനനുസരിച്ചൊക്കെ തന്നെയാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റും ഒക്കെ ഇരിക്കുക. ചിക്കൻ കറി ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടാ. പക്ഷേ ഏട്ടൻ കളിയാക്കാൻ വേണ്ടിയിട്ട് കുറ്റം പറയും. എന്നാലും ഏട്ടനും ഇഷ്ടം അത് തന്നെയാണ്, ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തക്കാളി ഇങ്ങനെ അടിച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും കറിക്ക് നല്ല തിക്കുണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ പുതിയ വല്ല കൂട്ടുകാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാതൊക്കെ ഇപ്പം ആർക്കും അറിയാത്തതില്ല. എന്നാലും നമ്മളൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അതിലേക്ക് ചിക്കനൊക്കെ പറക്കിയിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടി അങ്ങോട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അധികം ചാറൊന്നും ഉണ്ടാവില്ലല്ലോ, അതെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ സാധാ ചോറിനൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത്തിരി ചാറ് വേണം. അപ്പം അത് കാരണം കൊണ്ട് ഇത്തിരി വെള്ളം ഒഴിക്കാറുണ്ട്. ഇങ്ങനെ വയ്ക്കുമ്പോൾ തീരെ വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ വെക്കണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് ചിക്കനെ വാങ്ങുള്ളൂ കേട്ടോ. പിന്നെ ബീഫ് അധികം വാങ്ങില്ല. ബീഫ് ആകെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂരത്തിന് ഒക്കെയാണ്, നമ്മുടെ പൂരത്തിനൊക്കെയാണ് ബീഫ് വാങ്ങുള്ളൂ. അല്ലാതെ ഇവിടെ ബീഫ് വാങ്ങലില്ല കേട്ടോ. കാരണം ഏട്ടൻ ബീഫ് കഴിക്കില്ല. അപ്പോൾ പിന്നെ അത് മണക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ് അത് മേടിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി അരി കണ്ടില്ലേ, 3 ഗ്ലാസ് അരി കൊണ്ടാണ് കേട്ടോ വെക്കണത്. വാങ്ങിയതിൽ 3 ഗ്ലാസ് അരി തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് എനിക്ക് തോന്നുന്നു 1 കിലോന് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 3 ഗ്ലാസ് ഈ വലിയ ഗ്ലാസ് കൊണ്ട് എടുക്കുമ്പോൾ അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 3 ഗ്ലാസ് അരി ഞാൻ കഴുകി അളന്ന് മോൾക്ക് കൊടുത്തു. അതാ അപ്പോൾ അവൾ കഴുകിയുള്ളൂ. അളവ് അറിഞ്ഞില്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റില്ലേ. അത് കാരണം കൊണ്ട് ഞാൻ മോൾക്ക് അത് അളന്നെടുത്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ 3 ഗ്ലാസ് ഇട്ടിട്ട് വേറെ ഒരു പിടിയാണ് പിന്നെ ആ കവറിലുണ്ട്. അപ്പോൾ അതും കൂടി അതിലിട്ടു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികമാകുമ്പോഴാണ് നമുക്കിത് വേണ്ടായിക വരിക, ബാക്കി വെക്കലും ഇങ്ങോട്ട് തട്ടലും ഉണ്ടാവുക. ഇത് ആകുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം കഴിക്കാം. അതായത് ഉച്ചയ്ക്ക് കഴിച്ച് പിന്നെ വൈകുന്നേരം എപ്പോഴെങ്കിലും കുറച്ച് കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ.
അതാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളെ ഈ ആ കറിയിലേക്ക് തിളച്ച് വരുമ്പോൾ അതിന് വെള്ളം ഇങ്ങനെ വരും. അപ്പം ഞാൻ കുറച്ച് തേങ്ങ പിഴിഞ്ഞ് അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് വറ്റേണ്ട സമയം പിന്നെ വേണം വീണ്ടും. അപ്പം അതും കൂടി ഒന്ന് വറ്റിച്ചു. അമ്മ തന്നെ വന്നിട്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ആകെ ക്ഷീണിച്ച ആൾ പോയി വരുമ്പോഴേക്കും കുറച്ച് വെയിലായി നടന്ന് വരുമ്പോഴേക്കും അതാണ് കുടയൊക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് ഇരിക്കണ ഇരിപ്പാ അത്. അപ്പം നമ്മുടെ കറി ഇതാ ആയിട്ടാ. ഇനി ഇത് കഴിക്കാറാകുമ്പോഴേക്കും നന്നായി വറ്റിയ പോലെയാവും ഈ ചട്ടിയിൽ ഇരുന്നിട്ട്. ഈ ചട്ടി ഉണ്ടല്ലോ എത്ര അടുപ്പത്ത് ഇരുന്നിട്ട് തിളച്ചാലും ഇതിലെ കറി തിളക്കിണ്ടാവും, പക്ഷെ നമുക്ക് കൈ കൊണ്ട് ഈ ചട്ടി പിടിക്കാം, ഒരു കുഴപ്പമില്ല. ഭയങ്കര കനായി ഈ ചട്ടി. അപ്പം അത് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോഴും കൈ ചൂടാവില്ല. അങ്ങനെ ഒരു ചട്ടി, അത് ഒരു പ്രത്യേക തരം ചട്ടി എനിക്ക് കിട്ടിയത്. അതിപ്പോൾ ഇവർ കണ്ടില്ലേ തേങ്ങ ചിരകിയത് തിന്ന് ആ ചിരട്ട നക്കാൻ കിട്ടണം ഇവർക്ക്. ചിരട്ട കുറേ നേരം ഇങ്ങനെ നക്കി നക്കി നിൽക്കൂറ്റ. അപ്പം അത് കിട്ടി കഴിഞ്ഞപ്പോൾ അത് നക്കി നക്കിയിട്ടാണ് മറിച്ചിട്ടിട്ട് രണ്ടാൾ അവിടെ കിടന്ന് ഉറങ്ങി. അതിൽ ഒരാൾക്ക് പിന്നെ അവൻ വാഷിംഗ് മെഷീൻ്റെ മുകളിലൊക്കെ കിടക്കുക, അവിടെ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് കാച്ചി ഒഴിക്കാൻ വിചാരിച്ചു. എന്തെന്നെ കാട്ടി കൂട്ടിയാലും മുന്നേ എന്തൊക്കെ വഴറ്റി എന്ന് പറഞ്ഞാലും എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് ഒന്ന് വഴറ്റി ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഒരു തൃപ്തി കിട്ടുള്ളൂ മനസ്സിനൊരു. അതെനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയും കൂടിയാട്ടത്. അവർക്ക് ഈ വറുത്തിടുന്നതിലൊരു താല്പര്യം കൂടുതലാണ്. എന്തൊക്കെ മുന്നേ നമ്മൾ വഴറ്റിയിട്ടാണ് ചെയ്ത് വെച്ചെങ്കിലും അത് അതിൻ്റെ ഫൈനൽ എന്ന് പറയണത് ഈ ഒരു വറുത്തിടലും കൂടി ആകുമ്പോഴാണ് ഒരു ഗുമ്മ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്തപ്പോൾ എനിക്കൊരു സമാധാനമായിട്ട് അതാണ് അടച്ചു വെച്ചു. പിന്നെ ചോറ് വെക്കാനായിട്ട് ഏട്ടനാണ് കേട്ടോ വന്നത്. എനിക്ക് ഏട്ടൻ ചോറ് ഉണ്ടാക്കണത് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും, അവർ ചേർക്ക ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നാലും എനിക്ക് ഏട്ടൻ ഉണ്ടാക്കണത് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ വന്നതാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ചോറ് ഞാൻ വെച്ച് തരാം, കറി നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ അടുക്കളയിലേക്ക് കടന്നതാട്ടോ. അപ്പോൾ മൂപ്പര് വന്ന് സവോളയൊക്കെ വാട്ടി, പിന്നെ എന്താ പറയുക 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് വാട്ടാനുണ്ടാവും കേട്ടോ. സവോള ഒന്നിച്ചിട്ടാൽ കുറേ എണ്ണ ഒഴിക്കണ്ടേ. മാത്രമല്ല എണ്ണ പിന്നെ കളയും വേണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് 2 തവണ 3 തവണയൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് സവോള വാട്ടിയെടുക്കും കേട്ടോ. ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ കളഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഏട്ടൻ ചെയ്യുമ്പോൾ തീരെ എണ്ണ ബാക്കി വരാത്ത രീതിയിൽ ചെയ്യും കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാക്കി വരുമ്പോൾ എനിക്കതിൽ തോനെ എണ്ണ ഉണ്ടാവും, എന്നിട്ട് വെറുതെ ഞാനത് കൊണ്ടുപോയി ഒഴിച്ച് കളയും എന്നും അങ്ങനെ. അപ്പോൾ കറിയിൽ മല്ലിയില ഇട്ടില്ല, ഏട്ടൻ മല്ലിയില വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മല്ലിയില ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അത് മുറിച്ചിടുക, ചൂട്ടോടക്കൻ അതിൽ കിടന്നാൽ അതിൻ്റെ ഒരു മണമൊക്കെ നല്ല രസമായിട്ട് അത് തുറക്കുമ്പോൾ വരും. അപ്പം അത് കാരണം കൊണ്ട് അതൊക്കെ ഏട്ടായിൽ മുറിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അതെ നമ്മുടെ വാടി കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഏട്ടൻ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കണ്ണങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വന്ന് പക്ഷെ നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോഴേ എപ്പോഴും വർത്താനം പറയുമ്പോൾ നമ്മളവിടെ ചെയ്യണ കാര്യമൊക്കെ ഞാനങ്ങനെയാണ്, ഞാൻ ചെയ്യണതൊക്കെ കരിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ വന്നെന്ന് വർത്താനം പറയണേൽ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ നോക്കുമ്പോൾ കാണാം അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിക്കാം. അപ്പം ഞാൻ പറയുന്നോട് ഞാൻ അങ്ങോട്ട് വരാം, വർത്താനം പറയാറോ പതിവ്. അങ്ങനെ വന്നെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. അപ്പോൾ ഒക്കെ ഏട്ടൻ അങ്ങനെ വറുത്ത് കണ്ട ഈ ഒരു എണ്ണ മാത്രമാണ് ഏട്ടന് ബാക്കി വന്നത്. എനിക്കങ്ങനെ പറ്റില്ല ഏട്ടൻ ചെയ്യാൻ. ഞാനാണെങ്കിൽ ഇപ്പോൾ അത് കുറേ എണ്ണ അതിൽ ബാക്കി വന്നിട്ട് അത് കളയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യും ഏട്ടൻ. ഒക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യാന്ന് പറയില്ലേ, അതാണത്. കുറേയൊക്കെ ഏട്ടൻ ഒറ്റയ്ക്ക് നിന്ന് ഭക്ഷണം വയ്ക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യണത്. അവിടെ ആകുമ്പോഴും ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കുകയല്ലേ, ഹോട്ടലിൽ നിന്ന് കഴിക്കുകയൊന്നും ചെയ്യില്ലേ, ഒക്കെ അവനവൻ തനിയെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കറിലേക്ക് കുറച്ച് കട്ട മസാലകളില്ലേ, പട്ടവകകൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴുകി കുറച്ച് നേരം വെച്ചു കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ കഴുകി അവിടെ മോള് വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ
കുക്കറിലിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ വാട്ടിയതിന് ശേഷം കുറച്ച് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ വാട്ടിയതിന് ശേഷം വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ലാസ്റ്റ് എന്താ ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. അപ്പം എന്നും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ചാണ് വെക്കണമല്ലോ വെച്ചാൽ ചെറിയ കുക്കറിൽ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ വലിയ കുക്കർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും. രണ്ടാണെങ്കിലും അടിക്കൊന്നും പിടിക്കില്ല, ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയാണ് ഞാനും ചെയ്യും കേട്ടോ. ഇങ്ങനെ എനിക്ക് ഏട്ടൻ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഞാൻ അളന്ന് വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യും. ഒരു ഗ്ലാസ് അരിക്ക് അരിയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ചില അരിക്ക് 1.25 ഗ്ലാസും ചില അരിക്ക് 2 ഗ്ലാസ് വെള്ളവും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുന്ന അരിക്ക് ഏട്ടൻ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെക്കണത്. അപ്പം അങ്ങനെ 6 ഗ്ലാസ് വെള്ളവും പിന്നെ നമ്മൾ കുറച്ച് അരി കൂടുതലുണ്ടല്ലോ, അപ്പം ഒരു പിടി, അപ്പം അതിനുള്ള ഒരു തുള്ളി വെള്ളം കൂടിയൊക്കെ വെച്ചിട്ട് ഏട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അല്ലാച്ചെങ്കിൽ നമ്മൾ സാധാരണ അത് കഴിഞ്ഞിട്ട് ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ചത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ, അറിവില്ലാത്തവർക്ക്. അരി ഇടുക, എന്നിട്ട് ആ അരിയുടെ ഒരു 2 ഇഞ്ച് മുകളിൽ വെള്ളം നിന്നാൽ മതി. അങ്ങനെ ആയാലും ഇങ്ങനെ പറ്റൂ കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ശരിക്കും കറക്റ്റ് ഒരൊറ്റ വിസിൽ വന്നിട്ട് നമ്മൾ ഓഫാക്കുകയാണ് വെച്ചെങ്കിൽ കറക്റ്റ് കിട്ടും കേട്ടോ. പിന്നെ എപ്പോഴും ഉപ്പിടുമ്പോൾ ഒരു സ്വല്പം മുന്നിൽ ഉപ്പിട് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ചെറുനാരങ്ങ നീരൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഒരുപാട് ഒഴിക്കാതെ ഇരിക്കുക നല്ലത്. ഒരു ചെറുനാരങ്ങ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് വെച്ചെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ചെറുതാണ് വെച്ചെങ്കിലാണ് വെള്ളത്തിൻ്റെ അതനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കണം എന്നുള്ളൂ. ചെറുനാരങ്ങ പിന്നെ ഇവിടെ എപ്പോഴും ചോറുണ്ടാക്കുമ്പോൾ ഏട്ടൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു ലെമൺ കളറായിട്ട് ഇങ്ങനെ നമുക്ക് ചോറ് കിട്ടുമ്പോൾ ഒരു നല്ല രസമാണ്, നല്ലൊരു മണമാണ് കേട്ടോ ചോറിന്. പിന്നെ ഒരുപാട് പട്ടവകകൾ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടില്ലേ, അങ്ങനെ ഒന്നും ഇടില്ല കേട്ടോ അവിടെ ഏട്ടൻ ചെയ്യുമ്പോൾ. ഞാനും അങ്ങനെ തന്നെയാണ്. സാധാരണ പെരുംജീരകം, നല്ല ജീരകം, ഒരു 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും മാത്രം അങ്ങനെ എടുത്തിട്ടാണ് ഇവിടെ ചെയ്യല്. അപ്പോൾ ഏട്ടൻ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ഈ മല്ലിയിലയും തക്കാളിയും ഉപ്പും കൂടിയിട്ട് പച്ചമുളകും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുക. അത് കട്ടിക്ക് എടുക്കരുത്, ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു ചമ്മന്തി അത് നല്ല രസമാണ് കേട്ടോ. ദോശ കഴിക്കുമ്പോഴായാലും ഒക്കെ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് ഇന്നേട്ടൻ മല്ലിയിലുള്ള കാരണം കൊണ്ട് അത് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒറ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതിൽ മുളക് കൂടാണ്ട് നോക്കിയാൽ മതി, മുളക് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് ഇതാണ് കേട്ടോ ചമ്മന്തി. നല്ല രസമാണ് കേട്ടോ അത്. ഈ നമ്മൾ വെച്ച ഈ ചോറിൻ്റെ കൂടെയും ചിക്കൻ കറിയും ആ സർലാസിൻ്റെ ഒക്കെ കൂടെ ഈ ചമ്മന്തി കൂടി കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ വരാറായപ്പോൾ ഞാനതിങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 എന്താ പറയുക, നമ്മളൊരു 20 എണ്ണുന്ന വരെ എന്നൊക്കെ പറയില്ലേ, അത്ര നേരം മാത്രം അടുപ്പുമ്പോൾ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വെള്ളം തുറന്ന് കുക്കറിനെ തണുപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. അല്ലാച്ചെങ്കിൽ വേവ് കൂടും, അതാണ്. പിന്നെ കുക്കറിൻ്റെ വെയിറ്റിൻ്റെയും അതേപോലെ കുക്കറിൻ്റെ കനത്തിനൊക്കെ അനുസരിച്ചാണ് ഇത് ചില സമയത്ത് വേവ് കൂടണതും കുറയണതൊക്കെ ഉണ്ടാവുക കേട്ടോ. ചിലർ വെക്കുമ്പോഴൊക്കെ അങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട്, നന്നായി വെന്തു എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അത് ഒന്നുമല്ല, നിങ്ങളുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് വേവ് നോക്കേണ്ടത് കേട്ടോ. അതും ഞാൻ പ്രത്യേകം പറയുക. ചിലപ്പോൾ ഈ വിസിൽ വരാൻ വൈകണ കുക്കറൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം അതിൻ്റെ ഉള്ളിൽ സാധനം ഇരുന്ന് വേവ് ഉണ്ടാവുകയെ, വിസിൽ ലാസ്റ്റ് പുറത്ത് വരുമ്പോഴേക്കും സാധനം വെന്തു നശിച്ചു. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ ആയി. അപ്പം ഏട്ടൻ കുറച്ച് നെയ്യ് പാത്രം, ഇത് നമ്മളന്ന് മീഷോന്ന് വാങ്ങിയ വലിയ പാത്രമില്ലേ, അതാണ് കേട്ടോ. 3.5 കിലോ ഇറച്ചിക്കറിയൊക്കെ ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത്. പൂരത്തിൻ്റെ സമയത്തൊക്കെ ഉപയോഗിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അതിലാണ് ഇന്ന് ഏട്ടൻ ഇത് മിക്സ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ചോറ് ഇങ്ങനെ ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള
സവോളയും അതുപോലെ സവോള നല്ല കരികരിപ്പായിട്ടുണ്ടാവണം കേട്ടോ, അതാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ സവോളയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് ഏലക്ക എൻ്റെ കയ്യിലില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതില്ല. അപ്പം ഇങ്ങനെ ചോറ് ഇട്ട് കൊടുക്കുക. 1 2 3 ലെയറായിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല, ഒന്ന് തൊടാണ്ട് ഇങ്ങനെ കിട്ടും നമുക്ക് ചോറ്. ഒരു അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും ചോറ്. അപ്പോൾ ഇവിടെ ഏട്ടൻ എന്നും ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് നല്ല ടേസ്റ്റായ കാരണം കൊണ്ട് ഇതിലൊരു മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. വീട്ടിൽ ചെയ്യുമ്പോൾ വേറെ കടയിൽ നിന്നൊക്കെ കഴിച്ചാലും നമുക്കത് തൃപ്തി വരില്ല. ഇതിന് 2 ദിവസം മുന്നേ ഇപ്പോൾ ഞങ്ങൾ ആ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് കുന്നംകുളത്തേക്ക് പോയപ്പോൾ ബിരിയാണി കടയിൽ നിന്ന് കഴിച്ചു കിട്ടാം. അപ്പോൾ പക്ഷെ നമുക്ക് കടയിൽ നിന്ന് കഴിക്കുകയും ചെയ്തു, ഞാൻ വീട്ടിലേക്ക് കണ്ണനും അമ്മയ്ക്കും മേടിച്ചു കൊണ്ടുവരും ചെയ്തു കിട്ടാ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ. അപ്പോൾ ഏട്ടൻ അതൊക്കെ കോരിയിട്ട് മുഴുവൻ അങ്ങനെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് എടുക്കണ പോലെ അരിഞ്ഞെടുക്കുക പറയില്ലേ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉലർത്തിയിടാനും എളുപ്പമാണ്. നല്ല വൃത്തിയായിട്ട് ചോറ് ഇരിക്കും ചെയ്യും. നമ്മളത് സെർവ് ചെയ്യാനായിട്ട് കൊടുന്ന് വയ്ക്കില്ലേ, അങ്ങനെ കൊടുന്ന് വയ്ക്കണ നേരത്തും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മളത് ഇളക്കി വിളമ്പുമ്പോഴും അത് നല്ല ഉലർന്ന് വീഴും. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കാരണം നമ്മളങ്ങനെ ഉണ്ടാക്കിയത് വൃത്തിയായിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയ ഭയങ്കര വിഷമാവും, അയ്യോ എന്ന് തോന്നും. അത് കാരണം കൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത്. ഇങ്ങനെ ഞാൻ എപ്പോഴും കുക്കറിൻ്റെ അടിഭാഗം നോക്കുക. അപ്പോൾ അടിഭാഗം നോക്കിയിട്ട് അത് വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാണ് കേട്ടോ, ഞാനിപ്പോൾ എടുക്കുമ്പോഴും ഞാൻ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, അതിൻ്റെ അടിഭാഗം എങ്ങനെ ഉണ്ട്, കുക്കർ പിടിച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലാണല്ലോ നമ്മൾ ഈ പട്ടവകകളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ ഇതുള്ള കാരണം കൊണ്ട് ഒട്ടും പിടിക്കില്ല കേട്ടോ, കണ്ട. പിന്നെ ചെറുനാരങ്ങയൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ ചോറാണെങ്കിലും അത് ഇങ്ങനെ നല്ല ഉലർന്ന് ഇരിക്കും, എന്നാലോ നല്ല ചോറാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഏട്ടാ അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു നല്ല ഇതിൻ്റെ കറക്റ്റുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് ആ അടപ്പിൻ്റെ മുകളിൽ ഇത്തിരി കനം വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ചാൽ കുറച്ച് നെയ്യും ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് നെയ്യ് മതിയാവും. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുക ചോറിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട്, കൃത്യമായിട്ടുള്ള ഒരു അടപ്പുണ്ടാവില്ലേ പാത്രത്തിന്, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ചാൽ സൂപ്പറാവും സാധനം. പിന്നെ ഈ നെയ്യ് ഒരുപാട് ആവാണ്ടും ശ്രദ്ധിക്കാൻ പറ്റും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. നമ്മളിത് ചൂടാക്കില്ല, ഇനി വെച്ചിട്ട് ചെറിയ തീ അടിയിൽ കൊടുക്കും. അപ്പോൾ ചൂടാവുമ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഈ നെയ്യ് ഇങ്ങനെ ചെല്ലും. ഈ ചോറിൻ്റെ മുകളിൽ നമ്മൾ ഒഴിക്കണ നെയ്യ് അടിയിലേക്ക് ചെന്നുണ്ടാവും, എല്ലാ ചോറിൻ്റെ മുകളിലും നെയ്യായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പേട്ടൻ കാണിക്കണുണ്ടല്ലേ, തീ കത്തിച്ച് അതിൻ്റെ മുകളിൽ അതിന് പാകമായിട്ടുള്ള മൂടി വേണം കേട്ടോ. അങ്ങനെ അടുത്ത സൈഡിൽ കൂടെ ആവിയൊന്നും പോവാതെ അത് വെച്ചിട്ട് കേട്ടോ. അതിന് കറിപ്പാത്രം കയറ്റി വെക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ വേണ്ട, അങ്ങനെ തീ വെച്ചിട്ടുണ്ടാവും. തീ ഇത്തിരി ഫുള്ളിൽ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് നേരം കത്തിക്കണ്ടോ. അതൊരു 5-10 സെക്കൻഡ് അങ്ങനെ കത്തിച്ചിട്ട് ഓഫാക്കുക കേട്ടോ. 10 സെക്കൻഡാട്ടാ പറഞ്ഞത്, മിനിറ്റല്ല. ആ കത്തിച്ചിട്ട് അത് ഓഫാക്കി കഴിഞ്ഞാൽ കണ്ട ചോറ് അടിപൊളി. അപ്പോൾ ഇത് ഇന്നലത്തെ മീൻ വറുത്തതാട്ടാ. അപ്പോൾ ഏട്ടൻ്റെ ചമ്മന്തി, പിന്നെ ഞാനുണ്ടാക്കിയ സർലാസ് മയണൈസ് പോലെ ഇരിക്കുക, അങ്ങനത്തെ സർലാസ് കട്ടത്തയറിലുണ്ടാക്കിയത്. അപ്പോൾ കണ്ടില്ലേ, അതും പിന്നെ നമ്മുടെ ചോറ്, ബിരിയാണിയുടെ ചോറില്ലേ, നെയ്ച്ചോറ് എന്ന് പറയണ ചോറ്, കറി,
അടിപൊളിയല്ലേ? അപ്പം എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടാ ഞായറാഴ്ച ഉച്ചത്തെ ഊണ് എന്ന് പറയുന്നത്. എനിക്ക് എവിടെ പോയാലും ഏത് കല്യാണങ്ങളിൽ പങ്കെടുത്താലും എന്തായാലും എനിക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെ വന്നവരും പറയാറുണ്ട് കേട്ടോ, കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടാ. അന്ന് ഉച്ചയ്ക്ക് ഏട്ടൻ പിന്നെ ഗൾഫിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഓരോന്നൊക്കെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള കാരണം പിന്നെ റൂമിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പരിചയമാണ് കേട്ടോ. ഇങ്ങനെ ഈ ബിരിയാണി ഒരുമിച്ച് ഇറച്ചിട്ടിട്ടുള്ള ബിരിയാണി അങ്ങനെ ഒന്നിച്ചും ഉണ്ടാക്കും കേട്ടോ. പക്ഷെ അത് എനിക്ക് വലിയ ഇതില്ല അങ്ങനെ ഉള്ളത്. അത് കാരണം കൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉണ്ടാക്കാത്തത് കേട്ടോ. അങ്ങനെയും ഉണ്ടാക്കും കേട്ടോ ഏട്ടാ നന്നായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ചിക്കൻ കാലം അവർക്ക് നല്ല ഇഷ്ടം, അങ്ങനെ കടിച്ച് പറക്കി എല്ല് കഷ്ണങ്ങൾ. അപ്പം അത് കൊടുന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ കാണുന്നത്. ഇത് പുറത്തുനിന്ന് വന്ന ഒരു പൂച്ചക്കുട്ടിയാട്ടാ. അവളുടെ അമ്മേനെയും പട്ടി പിടിച്ച് കൊണ്ടുപോയെന്നാണ് പറഞ്ഞു കേട്ടാ. അപ്പോൾ അവരിപ്പോൾ ഇവരുടെ കൂടെ അവളും വന്ന് ചേർന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെ അവൾ ഭക്ഷണമൊക്കെ കഴിക്കുക, പാലൊക്കെ കുടിക്കുക ഒക്കെ ഒരുമിച്ച് തന്നെയാണ്. അപ്പം അമ്മ അവിടെ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. ഊണ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കിടക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി ഇത്തിരി ബലം പിടിച്ചിട്ട് ഇരുന്ന് നോക്കിയവൻ. എന്നിട്ട് പിന്നെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ ആൾ. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു മസിൽ പിടിച്ചിട്ട്. പിന്നെ ഇവരിങ്ങനെ കടിക്കണ കണ്ടപ്പോൾ എന്തുട്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവനൊരു സുഖമല്ലേ അവിടെ ഇരിക്കുക. അപ്പോൾ അവൻ ഇറങ്ങി താഴത്തേക്ക് വന്നിട്ട് കഴിച്ചു തുടങ്ങിയിട്ടാ. അവന് രാവിലെ ഞാൻ ഇറച്ചി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടേ പിന്നെ നമ്മൾ കഴുകുമ്പോൾ അതിൻ്റെ ഓരോന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ തിന്ന കാരണം കൊണ്ട് അവന് വലിയ ആവശ്യമില്ല, അതാണത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഉമ്മർത്തിരിക്കുമ്പോഴേ എൻ്റെ കയ്യുമ്പോൾ ഒരു പ്രാണി വന്നിരുന്ന കണ്ട നിങ്ങൾ അതിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ 2 മണിയിട്ടാ ഒരു പകുതിക്ക് വെച്ചിട്ട്. അപ്പം മോള് പറയാ ഇത് എത്ര കണ്ട് മേല് താത്തണം എന്നുള്ളതിൻ്റെ ഒരു അളവാത്ര അത്, അവിടെ വരെ താത്താൻ പാടുള്ള മേല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെടുത്ത് വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. അത് എൻ്റെ കയ്യുമ്പോൾ ഇറങ്ങണില്ല, കൈയിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ആ പ്രാണീനെ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ അങ്ങനെ പതിവ് പോലെ ഏട്ടൻ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടത്. അപ്പം ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഏട്ടൻ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും വന്ന് നിന്നിട്ട് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സുഹൃത്തുക്കളുടെ അടുത്ത് പോയി ഇനി തിരിച്ച് വരുമ്പോൾ ഒരു 6 മണി 6:30 7 മണിയൊക്കെ ആവും കേട്ടോ ആൾ മടങ്ങി വരുമ്പോൾ. അപ്പോൾ പോകണതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം അമ്മ മുറ്റടിച്ച് തുടങ്ങി. ഉച്ച തിരിഞ്ഞ് വിളക്ക് വെക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അമ്മ നേരത്തെ അമ്മയുടെ പണി കഴിച്ച് വയ്ക്കും. അങ്ങനെയാ. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പുതിയതായിട്ട് കുഴിച്ചിട്ട ചെടികളാട്ടാ. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ മുറിച്ചിട്ട് കുഴിച്ചിട്ടതാണ്, എന്നിട്ട് വെച്ചേക്കണതാണ് കേട്ടോ. രണ്ടാമതും പിടിച്ചുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ ഉണ്ടായി അങ്ങനെ നിരത്തി വെക്കാലോ വെച്ചിട്ടൊക്കെയാണ് ഇപ്പം ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തോരം ശരിയാവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ വന്നിട്ട് കണ്ടില്ലേ എല്ലാവരും. അവൻ വന്നിട്ട് അവൻ്റെ നീണ്ടു നിവർന്ന് കിടക്കണ ആൾക്ക്. അപ്പം അവൻ അങ്ങനെ കിടന്നു. മറ്റവരിങ്ങനെ ഭയങ്കര ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പരസ്പരം നക്കി തുടയ്ക്കും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് മോളാണ് ചായ ഉണ്ടാക്കിയതൊക്കെ കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.